പക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രവും രാജ്യത്തിലെ നിവാസികളുടെ കഥയും എന്ന് പറയുമ്പോൾ അത് ലോജിക്കൽ ഫാലസിയാണ്. അങ്ങനെ ലോജിക്കൽ ഫാലസി നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന തമ്പനയിൽ യുക്തിബോധമുള്ള ഒരാളും ഇടാൻ നിൽക്കില്ല. അതുപോലെ കഥയിലൂടെ ചരിത്രം അവതരിപ്പിക്കുന്നു എന്നുള്ള ലോജിക്കൽ ഫാലസിയും ഒരു യുക്തിവാദി പറയുകയില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജബ്ബാർ മാഷ് വെറും ഒരു നിരീശ്വരവാദി മാത്രമാണ്, യുക്തിവാദിയാകാനുള്ള പരിശ്രമം പോലും അദ്ദേഹം നടത്തുന്നില്ല എന്ന്. സത്യം പറയാലോ, ജബ്ബാർ മാഷിൻ്റെ മാത്രമല്ല, ഇസ്രായേലിൻ്റെയും ഇസ്രായേലിയുടെയും ചരിത്രം പറയാൻ വരുന്ന എല്ലാ നിരീശ്വരവാദികളുടെയും ഗതികേടാണിത്. ഇസ്രായേൽ ജനതയുടെ ചരിത്രം അവർക്ക് പറയണമെങ്കിൽ ബൈബിളിലേക്ക് പോയാലേ പറ്റുകയുള്ളൂ. പക്ഷെ ബൈബിളിൽ നിന്ന് ഇസ്രായേൽ ജനതയുടെ ചരിത്രം പറയാൻ പോയാൽ വേറെ വിധത്തിൽ ഇവർ പെടും. ബൈബിൾ ഒരു ചരിത്ര പുസ്തകമാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അതിവരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയാണ് ജബ്ബാർ മാഷ് വളരെ ബുദ്ധിപൂർവ്വം ഇങ്ങനെ ഒരു തമ്പനയിലും ഡിസ്ക്രിപ്ഷൻ